കടപ്പുറത്ത് വെച്ച ഒരു വാക്കിനെ രാഷ്ട്രീയമായി വളച്ചൊടിച്ചു പറയാൻ പലരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പിൽ നിന്ന് മാറുമ്പോൾ എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ CPM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ പോകുന്നത് ലീഗിന്റെ പരിസരത്ത് നിന്നല്ല, കോൺഗ്രസിന്റെ പരിസരത്ത് നിന്നല്ല, നിങ്ങൾ പോകുന്നത് ദീനിന്റെ പരിസരത്ത് നിന്നാണ് എന്നാണ്. എന്നാൽ അത് മാറ്റി പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ മക്കൾ SFIയുടെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അവർ പോകുന്നത് മയക്കുമരുന്നിലേക്കും കൊലപാതകത്തിലേക്കും നിറികെട്ട രാഷ്ട്രീയത്തിലേക്കുമാണ്, മനുഷ്യത്വത്തിന്റെ പക്ഷത്തു നിന്നാണ്. സൂക്ഷിക്കണം മക്കളെ. ആ മക്കൾ എന്തുകൊണ്ട് SFI ആവരുത് എന്നതിന്റെ ഉത്തരം പിണറായി വിജയന്റെ മകൾ വീണയാണ്. അവൾ SFI ആയിട്ടില്ല, പോയി പഠിപ്പിച്ചത് കോയമ്പത്തൂരിലാണ്. ഇവിടെ എങ്ങാനും SFI പിടിച്ചാലോ എന്ന് ഭയന്നാണ്. അദ്ദേഹത്തിന്റെ മകനെ പഠിപ്പിച്ചത് ബർമിഹാമിലാണ്, ലണ്ടനിൽ. SFI അല്ല എന്ന ധൈര്യത്തിലാണ് അവിടെ പറഞ്ഞു വിട്ടത്. ഇപ്പറയുന്ന ഗോവിന്ദന്റെയും EP ജയരാജന്റെയും ഒരുത്തന്റെ മക്കളും SFI പിടിച്ചിട്ടില്ല. അവരെ പോറ്റാൻ SFI-കാരനാക്കി മക്കളെ വളർത്തുന്നത് എന്തിനാണെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം വലിയ അതിക്രമങ്ങളാണ് നമ്മളുടെ ചുറ്റും നടക്കുന്നത്. ഞാനിത് പലപ്പോഴും രാഷ്ട്രീയമായി പറയാൻ ശ്രമിച്ചതാണ്. ഒരു ചെറിയ പ്രശ്നമല്ല ഇത്, ഒരു ചെറിയ പ്രശ്നമല്ല. കണ്ണൂരിൽ 10 കൊല്ലം MLA ആയി നിന്ന ഒരാളാണ് ഞാൻ. നാദാപുരത്തുകാരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയും. കലാപത്തിന്റെ മുഖം, CPM-ന്റെ രാഷ്ട്രീയത്തിന്റെ മുഖം, അവർ കാണിക്കുന്ന നെറികേടിന്റെ മുഖം, അവരുടെ ഏറ്റവും വൈകൃതം നിറഞ്ഞ വർഗീയതയുടെ മുഖം, മുസ്ലിം വിരുദ്ധതയുടെ മുഖം എത്രയോ തവണ അനുഭവിച്ചറിഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടെ എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറഞ്ഞാൽ അത് മനസ്സിലാകും എന്നെനിക്കറിയാം. നരമേധ രാഷ്ട്രീയം എന്ന ഒന്നുണ്ട്, നരമേധ രാഷ്ട്രീയം. അങ്ങനെ ഒരു രാഷ്ട്രീയം കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണ് CPM. നിങ്ങൾ കാണുന്ന പോലെ ഈ പരസ്യമായ കൊലപാതകങ്ങളല്ല, ഇപ്പോഴും പുറത്തു വരാത്ത നിരവധി കലാപങ്ങളും കൊലപാതകങ്ങളും നമ്മുടെ രാഷ്ട്രീയത്തിൽ കണ്ണൂരിൽ നടക്കുന്നുണ്ട്, CPM-ന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും അത് പുറത്തു വരാറില്ല. ആത്മഹത്യയായി, ആക്സിഡന്റായി, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും വരാറ്.